ഹലോ എവരിവൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ റീസെന്റ് നമ്മുടെ കഴിഞ്ഞ ടെസ്റ്റിനകത്തുള്ള പൊളിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. സോ അപ്പോൾ അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് റെഫറൻസ് ടു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദ മെമ്പേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫ്രം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വേർ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്തുണ്ടായിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ് എന്നുള്ള മെമ്പേഴ്സ് ഏത് തരത്തിലാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എത്തിയിട്ടുണ്ടായിരുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ്: ഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദി പീപ്പിൾ ഓഫ് ദോസ് പ്രൊവിൻസസ്, nominated by the Indian National Congress and Muslim League, selected by the colonial government for their expertise in constitutional matters, none of the above. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രിൻസ്ലി സ്റ്റേറ്റ് എന്നുള്ള മെമ്പേഴ്സ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതത് പ്രിൻസ്ലി സ്റ്റേറ്റിലെ റൂളേഴ്സ് അവരെ നോമിനേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഡി ആണ്, നൺ ഓഫ് ദി എബോ ആണ്. കാരണം അതിനകത്ത് കൃത്യമായിട്ടുള്ള ആൻസറിന്റെ ഓപ്ഷൻ ഇല്ല. സോ ഡി ആണ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ: with respect to Constituent Assembly of India, which of the following statement is not correct? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്: എം എൻ റോയ് വാസ് ദി ഫസ്റ്റ് പേഴ്സൺ ഫ്രം ഇന്ത്യ ടു ഡിമാൻഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്: ദ മെമ്പേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദി പീപ്പിൾ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് റെഡ്യൂസ്ഡ് ദ സ്ട്രെങ്ത് ഓഫ് ദി അസംബ്ലി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്: ഓൾ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കറിയാം എം എൻ റോയ് ആണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്നുള്ള ഡിമാൻഡ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്: മെമ്പേഴ്സ് ഓഫ് ദി അസംബ്ലി വാസ് ഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദി പീപ്പിൾ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെ എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നത്? ദാറ്റ് വാസ് ഇൻഡയറക്ട്ലി ഇലക്ടഡ് ബൈ ദി ലെജിസ്ലേറ്റീവ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എന്നാ പറയാം. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് രണ്ട് വിഭാഗം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ബ്രിട്ടീഷുകാർ ഡയറക്ട്ലി റൂൾ ചെയ്തിരുന്ന പ്രദേശങ്ങൾ, അതായത് നമ്മൾ ഇന്ത്യൻ പ്രൊവിൻസസ് എന്ന് പറയും, പ്രൊവിൻസസ് എന്നുള്ള മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പ്രിൻസ്ലി സ്റ്റേറ്റ് എന്നുള്ള മെമ്പേഴ്സിനെ അവിടുത്തെ റൂളേഴ്സ് നോമിനേറ്റ് ചെയ്യുകയും പ്രൊവിൻസസ് എന്നുള്ള മെമ്പേഴ്സിനെ അതത് പ്രൊവിൻസസിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇലക്ട് ചെയ്യുകയും ചെയ്യാണ് ചെയ്തത്. ഇന്ന് നമ്മൾ രാജ്യസഭാ മെമ്പേഴ്സിനെ എങ്ങനെയാണോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇലക്ട് ചെയ്യുന്നത് അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ജനങ്ങൾ നേരിട്ടല്ല ഈ മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബി ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് റെഡ്യൂസ്ഡ് സ്ട്രെങ്ത് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കാരണം ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് അൺഡിവൈഡഡ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് 389 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വന്നു, ഇന്ത്യനെ പാർട്ടീഷൻ ചെയ്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന വേറെ രാജ്യം ഉണ്ടായതോടുകൂടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മെമ്പർഷിപ്പ് 299 റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബി ആണ്. സോ ആൻസർ ബി ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ: വിത്ത് റിഗാർഡ് ടു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് തന്നെയാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഇൻഡയറക്ട്ലി ഇലക്ടഡ്. INC had clear majority in constituent assembly from the very beginning. After the independence, along with the constitution making assembly, acted as the central legislature. Okay, so all of the above statements are correct. അപ്പൊ അതിനകത്ത് അഗെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിലെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ എല്ലാ മെമ്പേഴ്സും ഇൻഡയറക്ട്ലി ഇലക്ടഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രൊവിൻസസിന് റെപ്രസെന്റ് ചെയ്ത് വരുന്ന മെമ്പേഴ്സ് മാത്രമാണ് ഇൻഡയറക്ട്ലി ഇലക്ട് ചെയ്തിട്ടുള്ളത്. പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് വരുന്ന മെമ്പേഴ്സിനെ അതത് പ്രിൻസസ് അല്ലെങ്കിൽ ലോക്കൽ രാജാക്കന്മാർ നോമിനേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എ ആണ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം തന്നെ കറക്റ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തുടക്കം തൊട്ടേ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മെജോറിറ്റി ഉണ്ടായിരുന്നു. ഇൻഡിപെൻഡൻസിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് കൂടാതെ ഈ അസംബ്ലി ഇന്ത്യയുടെ സെൻട്രൽ ലെജിസ്ലേച്ചർ ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതും കറക്റ്റ് ആണ്. സോ ആൻസർ എ ആണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ: with respect to objective resolution, consider the following statements. First statement: the objective resolution was introduced in the Constituent Assembly by Jawaharlal Nehru. Second statement: it was passed by the Assembly unanimously. അതായത് നമ്മൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം എന്ന് പറയുന്ന ഒരു പ്രമേയം ഉണ്ട്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച റെസൊല്യൂഷൻ. അപ്പൊ ആ റെസൊല്യൂഷനകത്താണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിർമ്മിക്കാൻ പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, വാട്ട് കൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, എന്തായിരിക്കണം അതിന്റെ ഫണ്ടമെന്റൽ ഫിലോസഫി എന്നൊക്കെ പറയുന്നത് ഈ ലക്ഷ്യപ്രമേയത്തിനകത്ത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്താണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിക്കുന്നത്. അത് 1947 ജനുവരി 22 ഒരു ഓപ്പോസിഷനും ഇല്ലാതെ യുനാനിമസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. സോ ആൻസർ സി ആണ്. ബോത്ത് 1 and 2 ആണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ:
ഒരു ടേബിൾ ആണ്, അതിനകത്ത് മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 കമ്മിറ്റീസിന്റെ പേരുണ്ട്, 4 ആളുകളുടെ പേരുണ്ട്, ആരായിരുന്നു ഇതിന്റെ ചെയർമാൻ എന്നാണ്, അല്ലെങ്കിൽ ഈ കമ്മിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ചെയർമാൻമാർ ആരായിരുന്നു എന്നുള്ളതാണ്. സോ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ എന്നാണ് ഓപ്പോസിഷൻ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് മാച്ച് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മുടെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിനെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എല്ലാവർക്കും അറിയായിരിക്കും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിനെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത് BR അംബേദ്കർ ആണ്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റിനെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിനെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത് രാജേന്ദ്ര പ്രസാദ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 1D, 2D, 3A, 4C എന്ന് പറയുന്നതാണ് ആൻസർ. D ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഈവൻ ദോ ഹി വാസ് നോട്ട് എ മെമ്പർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, BN Rao played a big role in the making of the Indian Constitution. Second statement, BN Rao was a judge of Federal Court of India. Which of the above statements is or are correct എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ BN റാവുവിനെ കുറിച്ചാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. സോ BN റാവു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയിരുന്നു. സോ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പർ ആയിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് BN റാവു എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി BN റാവു ഈ ഇന്ത്യയുടെ സുപ്രീം കോർട്ടിന്റെ അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രിഡസസർ ആയിട്ട് അല്ലെങ്കിൽ മുൻഗാമിയായിട്ട് നമ്മൾ കണക്കാക്കുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയിലെ ഒരു ജഡ്ജും കൂടിയായിരുന്നു. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. സോ ആൻസർ C ആണ്, ബോത്ത് 1 and 2. ഇനി 7th ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ദ പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡഡ്? അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിന് എത്ര പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട്? സോ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത് 1976 42nd അമെൻമെന്റിന്റെ സമയത്താണ്. സോ ആൻസർ A ആണ്. 8th ക്വസ്റ്റ്യൻ, ഇന്ത്യ അഡോപ്റ്റഡ് ദി കൺസെപ്റ്റ് ഓഫ് ഫ്രറ്റേണിറ്റി മെൻഷൻഡ് ഇൻ ദി പ്രിയാമ്പിൾ ഫ്രം. അതായത് പ്രിയാമ്പിളിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്? അത് അഡോപ്റ്റ് ചെയ്തേക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. അതായത് ഫ്രഞ്ച് റവല്യൂഷന്റെ സ്ലോഗൻസ് ആയിരുന്ന ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഈ 3 കാര്യങ്ങളും നമ്മൾ ഈ പ്രിയാമ്പിളിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രിയാമ്പിളിനകത്ത് പറയുന്ന ജസ്റ്റിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ റഷ്യയിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 9th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് സെക്യുലറിസം? അതായത് മതനിരപേക്ഷതയുടെ ഒരു ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷന്, സ്റ്റേറ്റ് ഷാൾ നോട്ട് ഹാവ് നോ ഒഫീഷ്യൽ റിലീജിയൻ. അതായത് സ്റ്റേറ്റിന് ഒരിക്കലും ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഉണ്ടാവരുത് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, സ്റ്റേറ്റ് ഷാൾ നോട്ട് പ്രൊമോട്ട് ഓർ ഡിസ്ക്രിമിനേറ്റ് എനി റിലീജിയൻ. സ്റ്റേറ്റ് ഒരിക്കലും അല്ലെങ്കിൽ രാഷ്ട്രം ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തത്, സ്റ്റേറ്റ് സ്പോൺസറിങ് ഏത്തിസം. സ്റ്റേറ്റ് നിരീശ്വരവാദത്തിനെ സ്പോൺസർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നൺ ഓഫ് ദി എബോവ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം സ്റ്റേറ്റ് ആണ്. അതായത് സ്റ്റേറ്റ് റിലീജിയസ് അല്ലെങ്കിൽ റിലീജിയസിന്റെ ഇൻഫ്ലുവൻസ് സ്റ്റേറ്റിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഈ സെക്യുലറിസം കൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെക്യുലറിസം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്റ്റേറ്റിന് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഉണ്ടാവില്ല. സ്റ്റേറ്റ് എല്ലാ റിലീജിയൻസിനും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് കൊടുക്കും. സ്റ്റേറ്റ് എല്ലാ റിലീജിയൻസിനെയും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യും. ആളുകൾക്ക് ഫ്രീഡം ഓഫ് റിലീജിയൻ ഉണ്ടാവും. സ്റ്റേറ്റ് ഒരിക്കലും ഒരു റിലീജിയനെയും പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിലീജിയനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയോ ചെയ്യില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഒരിക്കലും ഒരു ഏത്തിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനും പോകുന്നില്ല. ഒരു മതം വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ C ആണ് ആൻസർ. സ്റ്റേറ്റ് സ്പോൺസറിങ് ഏത്തിസം എന്ന് പറയുന്നത് സെക്യുലറിസത്തിന്റെ ഭാഗമല്ല. സെക്യുലറിസം ആണെങ്കിൽ സ്റ്റേറ്റ് ഒരിക്കലും ഏത്തിസം പ്രൊമോട്ട് ചെയ്യണം എന്ന് ഇല്ല. ഓക്കെ, അപ്പൊ C ആണ് ആൻസർ. ഇനി 10th ക്വസ്റ്റ്യൻ, ദ ടേം സെക്യുലർ ഈസ് ആഡഡ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സെക്യുലർ എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് ആഡ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. 42nd അമെൻമെന്റ് ആക്ട്, 44th അമെൻമെന്റ് ആക്ട്, 24th അമെൻമെന്റ് ആക്ട്, 32nd അമെൻമെന്റ് ആക്ട്. അപ്പൊ അതിന്റെ ആൻസർ പ്രിയാമ്പിൾ ഞാൻ പറഞ്ഞു ഒരൊറ്റ പ്രാവശ്യം അമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 42nd അമെൻമെന്റ് ആക്ടിലൂടെയാണ്. സോ ഈ 42nd അമെൻമെന്റിലൂടെ പ്രിയാമ്പിളിനകത്ത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റിക്കകത്ത് പറയുന്ന ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന 3 വാക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആൻസർ A ആണ്, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 10 ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ഇത് എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഓൾ.